ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരു ക്രിസ്മസ് ദിനം വന്നെത്തിയിരിക്കുകയാണ്. എന്താണ് ക്രിസ്മസ്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആദ്യ മനുഷ്യന്റെ പതനവും ശിക്ഷയും വാഗ്ദാനവും നാം വായിക്കുന്നു. പ്രവാചകന്മാരുടെ വാഗ്ദാനവും പൂർത്തീകരണവുമായി ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് നിത്യകന്യകയായ മറിയത്തിന്റെ ഉദരത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ച ബേത്ലഹേം ഒരു കാലിത്തൊഴുത്തിൽ ഡിസംബർ 25-ന് പൂജാതനായ ദിവസമാണ് ക്രിസ്മസ്. സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും ഭാഗമായി ജാതിമത ഭേദമന്യേ വീടുകളിൽ പുൽക്കൂടും നക്ഷത്രങ്ങളും ഇട്ട് അലങ്കരിക്കുന്നു. ഈ ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രൻ നിസാരനായി ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന് സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ഭാഗമായി മാറിയതുപോലെ നാം എല്ലാവരോടും കരുണയുള്ളവരായിരിക്കണം. ദൈവം ദാനമായി നമുക്ക് തന്നത് മറ്റുള്ളവരുമായി പങ്കുവച്ച് പരിശുദ്ധ കുർബാനയായി മാറണം. മനുഷ്യന്റെ അയോഗ്യത നോക്കാതെ ദൈവകൃപയിലേക്ക് തിരിഞ്ഞ് സമാധാനപ്രിയരാവണം. അവസാനമായി എളിമയോടുകൂടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നവൻ ദൈവമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയ ക്രൈസ്റ്റ്.